വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2025 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 2025 ചോദിച്ച എല്ലാ ജി കെയും കറണ്ട് അഫയേഴ്സും ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒക്കെ നമുക്ക് പിന്നെ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്ജക്റ്റും കൂടി ഒന്ന് കണ്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ, പഠിച്ചെടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, പിന്നെ കൂടാതെ ഫ്രഷ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ 2025 1059/2025 എന്ന കോഡോടുകൂടി ഫെബ്രുവരിയിലാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്ന ഡിസംബർ 29 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വോയിസ് ക്ലാസ് പ്ലസ് PDF ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അമെൻമെൻറ്റ് സഹിതം ചെയ്യുന്നുണ്ട്. അത് വേണ്ടവർ ജസ്റ്റ് ഗ്രൂപ്പിലേക്ക് ചാനലിൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ കൂടാതെ ഇതിൻ്റെ PDF അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റുകളും അവിടെ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 1059/2025 ആദ്യം നമ്മൾ നോക്കുന്നത് കേട്ടോ. ബ്രാഞ്ച് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് ഫീൽഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് സോയിൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സാധാരണ ഈ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അഗ്രികൾച്ചറിൻ്റെ ബ്രാഞ്ചാണ്. എന്തുമായി ബന്ധപ്പെട്ടത്? ക്രോപ്പ് പ്രൊഡക്ഷനും സോയിൽ മാനേജ്മെൻറ്റും മായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പികൾച്ചറാണോ, ആഗ്രോണമി ആണോ, എൻറ്റമോളജി ആണോ, ഫാമിംഗ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പികൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ എന്നറിയപ്പെടുന്നത്. അതുപോലെ എൻറ്റമോളജി എന്ന് വെച്ചാൽ പ്രാണികളുടെ പഠനമാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും അല്ല. പിന്നുള്ളത് എന്താണ്? അഗ്രോണമിയാണ്. അഗ്രോണമി ഉണ്ട്, ഫാമിംഗ് ഉണ്ട്. ഫാമിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അഗ്രോണമിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മൂലൂർ മെമ്മോറിയൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? മൂലൂർ മെമ്മോറിയൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ് ഡിസ്ട്രിക്റ്റ്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ. ഏതാണ് ഉത്തരമായിട്ട് വരിക? പത്തനംതിട്ടയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി എന്നറിയപ്പെടുന്നത് മംഗളവനം, തട്ടേക്കാട്, കടമറ്റം, വെല്ലിംഗ്ടൺ ഐലൻഡ്. ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി. ഗ്രീൻ ലങ്സ് കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ പറഞ്ഞാൽ, അതായത് പച്ച ശ്വാസകോശം എന്നൊക്കെ പറയപ്പെടുന്നു. അത്രയും ഗ്രീനറി ഉണ്ട് അവിടെ അല്ലേ. അത്രയും ഫ്രഷ് എയറും ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ സ്ഥലം. അപ്പോൾ അത് ഏത് സ്ഥലമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? മംഗളവനാണ് കേട്ടോ, മംഗളവനം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഷെയറിങ് ബോർഡർ വിത്ത് പാകിസ്ഥാൻ? പാകിസ്ഥാനുമായി ബോർഡർ ഷെയർ ചെയ്യാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ചെയ്യുന്നതല്ല, നോട്ട് ഷെയറിങ് ആണ്. അപ്പോൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു വയ്ക്കുക, അപ്പോൾ നമുക്ക് ചെയ്യാത്തത് ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പഞ്ചാബ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് പാകിസ്ഥാനുമായി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് പാകിസ്ഥാനുമായി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആക്കിയല്ലോ ജമ്മു ആൻഡ് കാശ്മീരിനെ. അതുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഇപ്പോൾ യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും എന്ത് ചെയ്യുന്നുണ്ട്? ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉത്തരാഖണ്ഡാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാനുമായി ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, കൂടാതെ യൂണിയൻ ടെറിട്ടറികളായ ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും കൂടി ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത്, ഹൂ ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഫസ്റ്റ് നിയമ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നിയമ ഓഫീസർ എന്നറിയപ്പെടുന്നത് ആരാണ്? അറ്റോർണി ജനറൽ ആണോ, CAG ആണോ, അഡ്വക്കേറ്റ് ജനറൽ ആണോ, പിന്നെ സോളിസിറ്റർ ജനറൽ ആണോ? ആരാണ് ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? അറ്റോർണി ജനറലിനെ കുറിച്ച് എപ്പോഴും അറ്റോർണി ജനറൽ, അതേപോലെ CAG, അഡ്വക്കേറ്റ് ജനറൽ, സോളിസിറ്റർ ജനറൽ, ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഗോൾഡൻ റവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഗോൾഡൻ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഗോൾഡൻ റവല്യൂഷൻ. അപ്പോൾ ബ്രൗൺ റവല്യൂഷൻ ലെതർ ആൻഡ് കൊക്കോ ആണ്. ഗ്രീൻ റവല്യൂഷൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഗ്രേ റവല്യൂഷൻ ഫെർട്ടിലൈസർ. പിങ്ക് റവല്യൂഷൻ ഒണിയൻസും പ്രോൺസും. റെഡ് റവല്യൂഷൻ മീറ്റ്, ടൊമാറ്റോ പ്രൊഡക്ഷൻ. റൗണ്ട് റവല്യൂഷൻ പൊട്ടാറ്റോ പ്രൊഡക്ഷൻ. സിൽവർ ഫൈബർ റവല്യൂഷൻ കോട്ടൺ പ്രൊഡക്ഷൻ. സിൽവർ റവല്യൂഷനാണ് എന്ത്? എഗ്ഗ് പ്രൊഡക്ഷൻ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. എഗ്ഗും ഈ ബ്രൗണും സിൽവറും ഗ്രീൻ പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഗ്രേ ചോദിച്ചിട്ടുണ്ട്, ഫെർട്ടിലൈസർ. അപ്പോൾ സിൽവർ എഗ്ഗാണെന്ന് ആലോചിക്കുക കേട്ടോ.
വൈറ്റ് റവല്യൂഷൻ പാല്, അത് പിന്നെ അറിയുന്നതാണ്, ചോദിക്കാറുള്ളതാണ്. യെല്ലോ റവല്യൂഷൻ ഓയിൽ സീഡിൻ്റെ പ്രൊഡക്ഷൻ. ബ്ലൂ റവല്യൂഷനാണ് ഫിഷ് പ്രൊഡക്ഷൻ. ബ്ലാക്ക് റവല്യൂഷൻ പെട്രോളിയം പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിലൊന്നും പെടാത്തതാണ് ഗോൾഡൻ റവല്യൂഷൻ, ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ജൂട്ട്, ഇവിടെ ഫൈബർ വന്നു കഴിഞ്ഞാൽ ജൂട്ട് പ്രൊഡക്ഷനാണ് കേട്ടോ. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ജൂട്ടാണ് കേട്ടോ. ജൂട്ടുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനാണ്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ? GST കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ, ലോക്സഭ സ്പീക്കർ, യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി ആൻഡ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് GST കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് വരിക. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്കിൻ്റെ എഴുത്തുകാരൻ ആരാണ് എഴുത്തുകാരൻ? ചേതൻ ഭഗത്തിൻ്റെ ബുക്കാണെന്ത്? വൺ അറേഞ്ച്ഡ് മർഡർ. നെക്സ്റ്റ്, ദ ഓൺലി കേരളൈറ്റ് ടു വിൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അന്ന് ആ ചോദ്യത്തിന് ഒരൊറ്റുത്തരേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ദ ഓൺലി കേരളൈറ്റ് ടു വിൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞത്. അന്ന് അതേതായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അന്ന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മോഹൻലാലിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാമതായിട്ട്, അതായത് രണ്ടാമത്തെ മലയാളത്തിൽ ദാദാ സാഹിബ് ഫാൽക്കെ നേടിയ ആളാണ് ആര്? മോഹൻലാൽ. അപ്പം അതുകൊണ്ട് ദോൺലി എന്ന് ഇനി പറയാൻ പറ്റില്ല, മോഹൻലാലും ഉണ്ട് കേട്ടോ. അപ്പം അടൂർ ഗോപാലകൃഷ്ണൻ 2004 എന്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ തുടർന്ന് അപ്പം രണ്ടാമത് ലഭിച്ചത് നമ്മുടെ മോഹൻലാലിനാണ് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഹൻലാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതു നിങ്ങളെത്താൻ എന്ന വരികൾ എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശക്തമായ വരികളാണ്. കുമാരനാശാൻ്റെ വരികളാണ് കേട്ടോ. കുമാരനാശാൻ്റെ വരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതു നിങ്ങളെത്താൻ. അടുത്തത്, ദ ഭൂദാൻ മൂവ്മെൻറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത്. ഭൂദാന പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാണ്? കൃപലാനി, വിനോബ ഭാവെ, രാജാറാം മോഹൻ റോയ്, ലാല ലജ്പത് റായ്. അതായത് വിനോബ ഭാവെ ആരുടെ ശിഷ്യനായിരുന്നു? ഗാന്ധിജിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഭൂദാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി. ഹൂ ഈസ് ദ ലീഡർ ഓഫ് കല്ലുമാല സമരം? കല്ലുമാല സമരത്തിൻ്റെ ലീഡർ ആരായിരുന്നു? കല്ലുമാല സമരത്തിൻ്റെ ലീഡർ ആരായിരുന്നു? അയ്യങ്കാളി, കെ കേളപ്പൻ, ഡോക്ടർ പൽപ്പു, വേലായുധ പണിക്കർ. ഓക്കെ, അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിൻ്റെ നേതാവ് കേട്ടോ. ലീഡർ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം. അടുത്തത്, ഹൂ റോട്ട് വിക്ടർ സിറ്റി എന്ന് പറഞ്ഞ കൃതി എഴുതിയത് ആരാണ്? സൽമാൻ റുഷ്ദിയുടെ കൃതിയാണ് വിക്ടറി സിറ്റി. ഓക്കെ, വേർ വാസ് ദ കൺട്രീസ് ഫസ്റ്റ് വാട്ടർ മെട്രോ ഇനാഗ്രേറ്റ് ചെയ്തത്? ഫസ്റ്റ് വാട്ടർ മെട്രോ ഇനാഗ്രേറ്റ് ചെയ്തത് എവിടെയാണ്? നമുക്കറിയുന്നതാണ്, കൊച്ചിയിലാണ് ഫസ്റ്റ് വാട്ടർ മെട്രോ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഡ്രെയിൻ ഇൻ ടു അറേബ്യൻ സീ? അറേബ്യൻ സീയിൽ പതിക്കാത്ത നദികളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഡസ് നോട്ട് ഡ്രെയിൻ ഇൻ ടു അറേബ്യൻ സീ. ഓക്കെ, അറേബ്യൻ സീയിൽ പതിക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കല്ലടയാറാണ് പതിക്കാത്തത് കേട്ടോ. ഡസ് നോട്ട് ഡ്രെയിൻ ഇൻ ടു അറേബ്യൻ സീ, കല്ലടയാർ. വിച്ച് റിവർ ഈസ് ഓൾസോ നോൺ ആസ് പയസ്വിനി എന്നറിയപ്പെടുന്ന റിവർ? പയസ്വിനി എന്നും അറിയപ്പെടുന്ന റിവർ ഏതാണ്? പെരിയാർ, പമ്പ, കല്ലട, ചന്ദ്രഗിരി. പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നതാണ് ചന്ദ്രഗിരി പുഴ. പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ. ഡിസ്ട്രിക്റ്റ് ലെവൽ ചെയർമാൻ ഓഫ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ ഡിസ്ട്രിക്റ്റ് ലെവൽ ചെയർമാൻ ആരാണ്? ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്താണ് ഡിസ്ട്രിക്റ്റ് ലെവൽ ചെയർമാൻ ഓഫ് ഹരിത കേരള മിഷൻ. ദ ഫസ്റ്റ് ഏഷ്യൻ ഹൂ പെർഫോംഡ് എ സിംഫണി ത്രൂ റോയൽ ഓർക്കസ്ട്ര, ലണ്ടൻ. ആരാണ്? ഫസ്റ്റ് ഏഷ്യനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ഏഷ്യനാണ്. ഇളയരാജയാണോ, KJ യേശുദാസാണോ, റസൂൽ പൂക്കുട്ടിയാണോ, KS ചിത്രയാണോ? ഇളയരാജയാണ്. ഓക്കെ, വിച്ച് among the following are the states included in the list of states or സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നതിൽ സ്റ്റേറ്റുകളാണ്. അപ്പോൾ സെവൻ സിസ്റ്റേഴ്സ് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സെവൻ സിസ്റ്റേഴ്സ് ആരൊക്കെയാണ് എന്നൊന്ന് പഠിച്ചു വെച്ചിട്ട് പോകണം കേട്ടോ. സെവൻ സിസ്റ്റേഴ്സ് ആരൊക്കെയാണ്?
അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഇതാണ് 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പം അതിൽ അരുണാചൽ പ്രദേശ് ഉണ്ട്, ആസാം തന്നിട്ടില്ല, പക്ഷെ മണിപ്പൂരുണ്ട്, മേഘാലയ, നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ് ഉണ്ട്. അപ്പോൾ അത് പറ്റില്ല അല്ലേ. ഇതിൽ ചോദിച്ചിട്ടുള്ളത് 7 സിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ത്രിപുരയുണ്ട്, മേഘാലയ ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മിസോറാം ഉണ്ട്. ഇതൊക്കെ ഉള്ളത് എല്ലാം തന്നിട്ടില്ല, 4 എണ്ണമാണ് തന്നിട്ടുള്ളത്. എന്നാലും മിസോറാം ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മേഘാലയ ഉണ്ട്, പിന്നെ ആരുള്ളത്, ത്രിപുരയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ളത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വേൾഡ് ട്രോമ ഡേ ആണ്. വേൾഡ് ട്രോമ ഡേ ഒക്ടോബർ 17 ആണ്. ഒക്ടോബർ 17. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 1060/2025 ആയിരുന്നു. അത് നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡോക്ടർ BR അംബേദ്കർ കോൾഡ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആർട്ടിക്കിൾ 32മായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ കാണാറുണ്ട്. ആർട്ടിക്കിൾ 32 ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. BR അംബേദ്കർ പറഞ്ഞത് കേട്ടോ. ഇൻ ദ കേരള ക്യാബിനറ്റ് ഹു ഈസ് ദ മിനിസ്റ്റർ ഓഫ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള ക്യാബിനറ്റിൻ്റെ മിനിസ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്. ഡോക്ടർ ആർ ബിന്ദു ആണ് ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ഹിരാക്കുണ്ട് ഡാം ഇൻ ഒഡീഷ ഏത് റിവറാണ്? ഹിരാക്കുണ്ട് ഡാം, ഒഡീഷയിലെ ഹിരാക്കുണ്ട് ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ് കേട്ടോ. മഹാനദിയാണ് ഹിരാക്കുണ്ട് ഡാം. വിച്ച് സ്റ്റേറ്റ് ഹോസ്റ്റഡ് നാഷണൽ സരസ് മേള സംഘടിപ്പിച്ച സംസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലാണ് നാഷണൽ സരസ് മേള സംഘടിപ്പിച്ചത്. അടുത്തത് ഹു ഈസ് ദ പ്ലെയർ ഹു ടുക്ക് ദ മോസ്റ്റ് വിക്കറ്റ്സ് ഇൻ ദ 2025 IPL ആൻഡ് വൺ ദ പർപ്പിൾ ക്യാപ്പ് നേടിയതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പർപ്പിൾ ക്യാപ്പ് നേടിയത് ആരാണെന്നാണ്? പ്രസിദ്ധ് കൃഷ്ണയായിരുന്നു പർപ്പിൾ ക്യാപ്പ് നേടിയത് കേട്ടോ. പ്രസിദ്ധ് കൃഷ്ണയാണ് പർപ്പിൾ ക്യാപ്പ് നേടിയത്. ഓക്കെ, പ്രസിദ്ധ് കൃഷ്ണ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റീസെൻറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു മോണിറ്റർ ട്രാഫിക് വയലേഷൻസ്, അതുപോലെ തന്നെ ട്രാഫിക് ലോസ് എൻഫോഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റെഡ്യൂസ് റോഡ് ആക്സിഡൻറ്റ്സ് ത്രൂ ഓട്ടോമാറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂസിങ് AI പവേർഡ് ക്യാമറാസ് ആൻഡ് അതർ ടെക്നോളജീസ്? ആ ഒരു പദ്ധതിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പേരിൽ അറിയപ്പെടുന്നു? സേഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സേഫ് കേരള. അടുത്തത് പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ 15 മെമ്പർ യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, അതിൽ വീറ്റോ പവറോട് കൂടിയിട്ടുള്ള 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഏതൊക്കെയാണ്? 15 മെമ്പേഴ്സിൽ 5 മെമ്പേഴ്സിന് വീറ്റോ പവർ ഉണ്ട് അല്ലേ. പെർമനൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിനാണുള്ളത് വീറ്റോ പവറോട് കൂടിയ 15 മെമ്പർ യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിൽ വിത്ത് വീറ്റോ പവർ. അതിലെ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്, UK ഉണ്ട്, USA ഉണ്ട്. ആരൊക്കെയുള്ളത്? ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്, UKയും USAയും ഉണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷനായിട്ട് വരുന്നത് B ആണ്. ഓക്കെ. ഹു ഈസ് ദ ഓൺലി ഇന്ത്യൻ ടു ബി അവാർഡഡ് ബോത്ത് ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരതരത്നയും നേടിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ നിഷാൻ-ഇ പാകിസ്ഥാനും നേടിയ ഏക ഇന്ത്യൻ ആരാണ്? ഓൺലി ഇന്ത്യൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതാണ് മൊറാർജി ദേശായി കേട്ടോ. മൊറാർജി ദേശായി ഈസ് ദ ഓൺലി ഇന്ത്യൻ ടു ബി അവാർഡഡ് ബോത്ത് ഇന്ത്യാസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത് രത്ന ആൻഡ് ദ പാകിസ്ഥാൻസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നിഷാൻ-ഇ പാകിസ്ഥാൻ. ഹു വാസ് ദ ലാസ്റ്റ് ഒഫീഷ്യൽ റൂളർ ഓഫ് അവസാന ഭരണാധികാരി ട്രാവൻകൂറിൽ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കേരള? കേരള സംസ്ഥാന രൂപീകരണ സമയത്ത്, അതായത് ട്രാവൻകൂറും കൊച്ചി മലബാറും ഒക്കെ കൂടി മെർജ് ചെയ്യണ സമയത്ത് ഉണ്ടായിരുന്ന റൂളർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആരാണ് അവസാനത്തെ ഒഫീഷ്യൽ റൂളറായിട്ടുള്ളത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അദ്ദേഹമാണ് ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്നത്. വിച്ച് സോഷ്യൽ റീഫോമർ ഫൗണ്ടഡ് ആര്യസമാജ്? ആര്യസമാജ സ്ഥാപകൻ ആരാണ്? ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. വർഷം 1875.
ആര്യ സമാജ സ്ഥാപകനാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വർഷം 1875. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാണ്. ഏതാ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ? 1067/2025. ഓക്കെ. ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ദ ഫ്രീഡം ഓഫ് ദ പ്രസ് ഇൻ ഇന്ത്യ. പ്രസ്സിൻ്റെ ഫ്രീഡത്തെക്കുറിച്ച് പറയുന്നത് ഏതിലാണ്? 19(1)(a) ആണ് കേട്ടോ. ആശയവിനിമയത്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം എൻഷുർ ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. വിച്ച് കൺട്രി വാസ് ഇന്ത്യാസ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണർ? 2024-25 ഏറ്റവും കൂടുതൽ നമ്മൾ ട്രേഡ് പാർട്ട്ണറായിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത് ഏത് രാജ്യമാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. എന്നിട്ടല്ലേ നമുക്ക് പിന്നെ താരിഫൊക്കെ കൂട്ടിയതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ സമയത്തായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓവർ വിച്ച് റിവർ ദ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ് ബിൽറ്റ് ചെയ്തിട്ടുള്ള, വേൾഡിലെ തന്നെ ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ് ബിൽറ്റ് ചെയ്തിട്ടുള്ളത് ഏത് റിവറിന് മേലെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചെനാബാണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് സിറ്റി നോൺ ആസ് ഇന്ത്യാസ് ലിയോപാഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബംഗളൂരു. ഓക്കെ. നെയിം ദ ഓതർ ഹു വൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 ഫോർ ഹിസ് നോവൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ ആരുടെയാണ്? അപ്പോൾ ആൾക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുപ്പിച്ച് ചോദിച്ചു 2 എക്സാമിന് അല്ലേ. അഖിൽ പി ധർമ്മജൻ്റെയാണ് കേട്ടോ. അഖിൽ പി ധർമ്മജൻ. ഹു ഇസ് ദ കറണ്ട് അംബാസിഡർ ഓഫ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ കറണ്ട് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചായിരുന്നു. ഓക്കെ, ആരാണ്? ശ്രീജേഷാണ് കേട്ടോ. PR ശ്രീജേഷാണ്. ഹു ഡെലിവേർഡ് ദ ഫേമസ് കോഴഞ്ചേരി സ്പീച്ച്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട ആരാണെന്നാണ്. കോഴഞ്ചേരി സ്പീച്ച് C. കേശവനുമായി ബന്ധപ്പെട്ടതാണ്. കോഴഞ്ചേരി സ്പീച്ച് ആരുമായി ബന്ധപ്പെട്ടതാണ്? C. കേശവൻ. നെക്സ്റ്റ്, നെയിം ദ ക്ലാസിക് ഫിലിം ഡയറക്റ്റഡ് ബൈ സർജി ഈൻസ്റ്റീൻ വിച്ച് സെലിബ്രേറ്റഡ് ഇറ്റ്സ് സെൻറ്റനറി 2025 ആഘോഷിച്ചു. ഏതായിരുന്നു ആ സിനിമ എന്നാണ്. ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു കേട്ടോ. ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ. ആഫ്റ്റർ മീ ദ ഡിലിഗ്, അതായത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായപ്പെട്ടിട്ടുള്ള ഭരണാധികാരിയാണ് ആര്? ലൂയി 15 ലൂയി 15 എനിക്ക് ശേഷം പ്രളയം. അങ്ങനത്തെ കുറേ കൊട്ടേഷൻസ് അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ സഫ്രീന ലത്തീഫ് ഏത് മേഖലയിലാണ് അറിയപ്പെട്ടത്? പർവ്വതാരോഹകയായിരുന്നു അല്ലേ. മൗണ്ടനിയറിംഗ് ആണ് സഫ്രീന ലത്തീഫ് അറിയപ്പെട്ടിരുന്നത്. പർവ്വതാരോഹണം. മലയാളിയായിരുന്നു അല്ലേ. അടുത്തത് 1071/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് UN. യുണൈറ്റഡ് നേഷൻസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ UN ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. UN ഒഫീഷ്യൽ ലാംഗ്വേജ് അറബിക് ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, റഷ്യൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. ഏതൊക്കെയാണുള്ളത്? അറബിക്ക് കൂട്ടിച്ചേർത്തതാണ് പുതിയതായിട്ട്. അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. അടുത്തത്, വിച്ച് റവല്യൂഷണറി ത്രൂ ബോംബ് ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി 1929 ബോംബ് എറിഞ്ഞത് ആരാണെന്നാണ്. ബോംബ് എറിഞ്ഞ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ് ആണ് കേട്ടോ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് ഹാളിലേക്ക് ബോംബ് എറിഞ്ഞത് ഭഗത് സിംഗ് ആണ്. ഹു വാസ് ദ റൂളർ ഓഫ് ട്രാവൻകൂർ വെൻ ദ ടെമ്പിൾ ആൻഡ് പ്രൊക്ലമേഷൻ? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ആൾ, റൂളർ. ട്രാവൻകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ. ഹു വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? ആരാണ് ഇന്ത്യൻ റിനൈസൻസ് ഫാദർ എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ ഓഫ് കേരള? ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ കേരളത്തിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെയർമാൻ ആരാണ്? EMS നമ്പൂതിരിപ്പാടായിരുന്നു കേട്ടോ ചെയർമാൻ. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മീഷൻ ഓഫ് കേരളയുടെ GST ഇംപ്ലിമെൻറ്റ് ചെയ്ത വർഷമാണ് ചോദിച്ചുള്ളത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഇയർ. ഇംപ്ലിമെൻറ്റ് ചെയ്ത വർഷം 2017 ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ? പഴക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ് പഴക്കിണ്ണം എന്നറിയപ്പെടുന്നത്. വിച്ച് ഡിസ്ട്രിക്ട് ഡസ് ദ പെരിയാർ
ലാർജസ്റ്റ് റിവർ ഇൻ കേരളയാണ് പെരിയാർ. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് ജില്ലയിൽ നിന്നുമാണ്? ഇടുക്കിയിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇടുക്കിയിൽ നിന്നുമാണ്. വിച്ച് ഡിസ്ട്രിക്ട് ഡസ് ദ പെരിയാർ ദ ലാർജസ്റ്റ് റിവർ ഇൻ കേരള ഒറിജിനേറ്റ് ഫ്രം? ഇടുക്കി. വിച്ച് മലയാളം റൈറ്റർ ഹാസ് ബീൻ അവാർഡഡ് ദ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാർ 2025 ഫോർ ഹിസ് നോവൽ? ചോദിച്ച ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. റാം കെയർ ഓഫ് ആനന്ദി. അഖിൽ പി ധർമ്മജൻ. നെക്സ്റ്റ്, വിച്ച് ന്യൂ ഇൻഷുറൻസ് സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ദ കേരള ഗവൺമെൻറ് ഫോർ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഷുറൻസ് സ്കീമാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നോർക്ക കെയർ. ഏതാണ്? നോർക്ക കെയർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 1072/2025 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ. The year in which the Right to Information Act came into force. വിവരാവകാശ നിയമമുണ്ടല്ലോ. ഓക്കെ. കെയിം ഇൻ ടു ഫോഴ്സ് ആണ്, വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 2005 ജൂൺ 15 ഉണ്ട്, 2005 ഒക്ടോബർ 12 ഉണ്ട്, 2006 ഒക്ടോബർ 12 ഉണ്ട്, 2006 ജൂൺ 15 ഉണ്ട്. അപ്പോൾ 2005 ആണെന്ന് ഒരുവിധം നമ്മൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. 2005 ഇവിടെ ജൂൺ 15 തന്നിട്ടുണ്ട്, ഒക്ടോബർ 12 തന്നെ. ജൂൺ 15 നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അസെൻ്റൊക്കെ കിട്ടിയതാണ്. ഇതാണ് ഒക്ടോബർ 12 കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുമ്പോൾ വരിക കേട്ടോ. 2005 ഒക്ടോബർ 12, അസെൻ്റ് കിട്ടിയത് 2005 ജൂൺ 15. ദ മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻറ്റ് ഇൻ ദ ബോഡിയിൽ ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ. ദ മോസ്റ്റ് അബണ്ടൻ്റ് എലമെൻറ്റ് ഇൻ ദ ബോഡി ഓക്സിജൻ. വിച്ച് ഈസ് ദ വെന്യൂ ഫോർ ദ 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി? ഏതാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ ആണ് വേദി കേട്ടോ. എവിടെയാ? സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ, അവിടെയാണ് വേദി. 2026 കണ്ടക്ട് ചെയ്യുന്നത്. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് കേട്ടോ നടക്കുന്നത്. ജൂലൈ 23 ടു ഓഗസ്റ്റ് 2, 2026 നടക്കുന്നു കോമൺവെൽത്ത് ഗെയിംസ്, ഗ്ലാസ്കോ, സ്കോട്ട്ലാൻഡ്. ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ? നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ്റെ ചെയർപേഴ്സണാണ് ചോദിച്ചിട്ടുള്ളത്. പുതിയ രേഖാ ശർമ്മ ആയിരുന്നു. രേഖാ ശർമ്മയ്ക്ക് ശേഷം ജോയിൻ ചെയ്ത ആളാണ് വിജയ കെ രഹത്കർ കേട്ടോ. പുതിയ ആളാണ്. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. ഒക്ടോബർ 19, 2024 തൊട്ടിട്ട് രേഖാ ശർമ്മ ഒഴിഞ്ഞു. രേഖാ ശർമ്മയ്ക്ക് ശേഷം വന്നത് ഇദ്ദേഹമാണ് കേട്ടോ. അടുത്തത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2024 വിന്നറാണ് ചോദിച്ചിട്ടുള്ളത്. 2024 മിഥുൻ ചക്രവർത്തിക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2024 ലഭിച്ചിട്ടുള്ളത് കേട്ടോ. പുതിയ ആൾ മോഹൻലാലാണ്. ഫ്രം എമംഗ് ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഫറിങ് ടു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അറ്റോർണി ജനറൽ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. തെറ്റാണ് കേട്ടോ. അത് പ്രൈം മിനിസ്റ്റർ അല്ല അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം തെറ്റാണ്. പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡൻ്റാണ്. അടുത്തത്, എനി പേഴ്സൺ ക്വാളിഫൈഡ് ടു ബി ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് അല്ല ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതിയിലെ ജഡ്ജി വേണം എന്നാണ് അവരുടെ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എനി പേഴ്സൺ ക്വാളിഫൈഡ് ടു ബി ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട് ആയിരിക്കണം. ക്യാൻ ബി അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ് എന്നാണെങ്കിൽ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്, റോങ് ആണ്. അറ്റോർണി ജനറൽ ഈസ് ദ സെക്കൻഡ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി ഹു അസിസ്റ്റ് ദ സോളിസിറ്റർ ജനറൽ എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. സെക്കൻഡ് ലോ ഓഫീസർ അല്ല, ഹി ഈസ് ദ ഫസ്റ്റ് ലോ ഓഫീസർ ഇൻ ദ കൺട്രി ആണ് എന്ത്? അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ല, പ്രസിഡൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. മോൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അതാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഓൺലി 4 ഈസ് കറക്റ്റ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഒരു മാതിരി ചോദ്യമായിരുന്നു അല്ലേ? ഓക്കെ. ജനറൽ PSC പഠിക്കുന്നവർക്ക് പിന്നെ ഇത് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, ഒരു വികാരവും തോന്നില്ല. നമ്മൾ CSEBയുടെ കുട്ടികൾക്ക് ഇതൊരു ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമുക്ക് വന്നു തുടങ്ങി അല്ലേ. സലീം അലി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സലീം അലി നാഷണൽ പാർക്കാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്.
എന്നാൽ അവർക്ക് ബേർഡ് സാങ്ച്വറി ഉണ്ട് അല്ലേ. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക അതിൻ്റെ കൂടെ. ദ ഓതർ ഓഫ് ദ പാത്ത് ടു പവർ ആരുടെയാണ്? പാത്ത് ടു പവർ മാർഗരറ്റ് താച്ചറിൻ്റെയാണ് പാത്ത് ടു പവർ എന്ന കൃതി. ഇൻ വിച്ച് ഇയർ സെൻറ്റ് തോമസ് റീച്ച്ഡ് കേരള? സെൻറ്റ് തോമസ് കേരളത്തിലെത്തിയ വർഷം. ഇതൊക്കെ പണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പണ്ട് സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റ് തോമസ് കേരളത്തിലെത്തിയതൊക്കെ ചോദിക്കാറുള്ളതായിരുന്നു കേട്ടോ. AD 52 മുസിരിസ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് എത്തിയത്. ഹൗ മെനി യൂണിയൻ ടെറിട്ടറീസ് ആർ ദർ ഇൻ കേരള? ഇന്ത്യയിൽ എത്ര യൂണിയൻ ടെറിട്ടറികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ 8 യൂണിയൻ ടെറിട്ടറി ആണുള്ളത്. ഏതാണെന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആൻഡമാൻ നിക്കോബാറും ഡൽഹിയും ലക്ഷദ്വീപും. അത് പണ്ടേ 1956 തൊട്ടുള്ളതാണ്. പുതുച്ചേരി 62 വന്നു, 66 ചണ്ഡീഗഡ് വന്നു. പിന്നെ പുതിയൊരു വന്നത് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്കും 2019 വന്നത്. പിന്നെ പുതിയൊരു മർജർ വന്നിട്ടുള്ളത് ദാദ ആൻഡ് നാഗർ ഹവേലി, അതുപോലെ ദാമൻ ആൻഡ് ദിയു. അവർ രണ്ടാളും സെപ്പറേറ്റ് ആണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പം ഭരണ സൗകര്യത്തിന് വേണ്ടി 2020 രണ്ട് കൂട്ടരും കൂടി മെർജ് ചെയ്തിട്ട് ഒന്നാക്കിയിട്ടുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അതായത് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയും ഇപ്പോൾ ഒരു പേരിലാണ്. അതായത് ഒറ്റ ഭരണത്തിന് കീഴിൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരെ ഒരുമിപ്പിക്കുകയും 2021 അപ്പോൾ ഒറ്റ ഒന്നായി. അങ്ങനെ 8 യൂണിയൻ ടെറിട്ടറിയാണ് കറൻ്റ്ലി ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ് നമ്മൾ. 1074/2025 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഗോട്ട് പത്മവിഭൂഷൺ ഇൻ 2024 പത്മവിഭൂഷൺ ലഭിച്ച? പത്മഭൂഷണുണ്ട്, വിഭൂഷണുണ്ട്, പത്മശ്രീ ഉണ്ട് അല്ലേ. ഓക്കെ, ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിഥുൻ ചക്രവർത്തിയുടെ നമ്മൾ കണ്ടു. O രാജഗോപാൽ, ഫാത്തിമ ബീവി, ചിരഞ്ജീവി. അപ്പോൾ പത്മവിഭൂഷൺ കൊടുത്തിട്ടുള്ളത് 2024 5 പേർക്കാണ് കേട്ടോ. ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജയന്തിമാലയ്ക്ക് ഉണ്ടായിരുന്നു ആർട്ടുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതാണ് കോനിഡേല ചിരഞ്ജീവി. ഇവിടെ ചിരഞ്ജീവിയാണ് ഉത്തരമായിട്ട് വരിക. 2024 പത്മവിഭൂഷൺ കിട്ടിയവരുടെ കൂട്ടത്തിൽ ചിരഞ്ജീവി ഉണ്ട് ഈ 5 ആളിൽ കേട്ടോ. പക്ഷേ പിന്നെ വെങ്കയ്യ നായിഡു ഉണ്ട്, അതുപോലെ ബിന്ദേശ്വർ പതക് ഉണ്ട്, പിന്നെ അതുപോലെ പത്മ സുബ്രഹ്മണ്യമുണ്ട്. അപ്പം ഇതൊക്കെ പത്മവിഭൂഷണാണ്. പത്മഭൂഷൺ കിട്ടിയാലാണ് O രാജഗോപാലും നമ്മുടെ ഫാത്തിമ ബീവിയൊക്കെ ഉള്ളത് കേട്ടോ. പത്മഭൂഷൺ, വിഭൂഷൺ അല്ല ഭൂഷൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചിരഞ്ജീവിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അടുത്തത് ട്രൈറ്റൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ്? ഏത് പ്ലാനറ്റിൻ്റെയാണ് ട്രൈറ്റൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെപ്റ്റ്യൂണിൻ്റെയാണ് കേട്ടോ. പുതുമയുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത് വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസ് ആർ ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഡ്യൂറിങ് റെയിനിയർ സീസൺ. മഴക്കാലങ്ങളിൽ ഒരു തരം ഫലം വരും അല്ലേ. വിൻഡോസ് അതായത് മരത്തിൻ്റെ ഡോറുകളും ജനവാതിലും നമുക്ക് അടയ്ക്കാൻ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, അത് ഒന്നിങ്ങനെ വീർത്തു വന്ന പോലെ തോന്നും. ആ പ്രതിഭാസത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഹിബിഷൻ എന്നാണ് പറയുക കേട്ടോ. ആ പ്രതിഭാസത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന ആ പ്രതിഭാസം. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനാണ് ചോദിച്ചിട്ടുള്ളത്. 16th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് 16th. അതിന് മുമ്പേ ഉണ്ടായിരുന്നത് NK സിംഗ് ആണ് കേട്ടോ. 15th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ വന്നിട്ട് NK സിംഗ് ആയിരുന്നു. പിന്നെ 16th ആളാണ് അരവിന്ദ് പനഗിരി കേട്ടോ. വിച്ച് ഈസ് ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഗീവ് സിറ്റിസൺസ് ടു റൈറ്റ് ടു മൂവ് ടു സുപ്രീം കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സുപ്രീം കോടതിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ടുള്ള സിറ്റിസൺസിന് റൈറ്റ് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഹൃദയവും ആത്മാവും എന്നൊക്കെ പറഞ്ഞ 32 അതുമായി ബന്ധപ്പെട്ടുള്ളത്. നെക്സ്റ്റ്, നൊബേൽ പ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആൽഫ്രഡ് നോബലാണ് നൊബേൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമുക്കറിയാം. 1 ഈസ് ഗിവൺ ബൈ നോർവേ. ഒന്ന് കൊടുക്കുന്നത് നോർവേ ആണ്, മറ്റത് കൊടുക്കുന്നത് സ്വീഡനാണ്, സ്വീഡിഷ് അക്കാദമിയാണ്. അതിൽ വിച്ച് ഈസ് ദ വൺ ഗിവൺ ബൈ നോർവേ കൊടുക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഏതാണ് നോർവേ കൊടുക്കുന്നത്, ഏതാണ് സ്വീഡിഷ് അക്കാദമീസ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പീസ് പ്രൈസ് മാത്രമാണ് നോർവേ കൊടുക്കുന്നത്. ഓക്കെ, നോർവേ കൊടുക്കുന്നത് പീസ് പ്രൈസാണ്. നൊബേൽ സമ്മാനം 6 പ്രധാന വിഷയങ്ങളിലാണ് നൽകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി,
പിന്നെ അതുപോലെ സൈക്കോളജി, മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ്, എക്കണോമിക്സ്. ആൽഫ്രഡ് നൊബേൽ തുടങ്ങിയ സമയത്ത് 1969 സ്വീഡിഷ് കേന്ദ്ര ബാങ്കാണ് ഏർപ്പെടുത്തിയത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സമ്മാനം ഈ വിഭാഗത്തിൽ പെടുന്നു. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ളത് 1969 സ്വീഡിഷ് കേന്ദ്ര ബാങ്കാണ് ഏർപ്പെടുത്തിയത്. ഭൗതിക ശാസ്ത്രം കൊടുക്കുന്നത് ആരാണ്? റോയൽ സ്വീഡിഷ് അക്കാദമിയാണ്. അതേപോലെ രസതന്ത്രം കൊടുക്കുന്നതും സ്വീഡിഷ് അക്കാദമിയാണ്. വൈദ്യശാസ്ത്രം കൊടുക്കുന്നതും ആരാണ്? കരോണിൽക്ക ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നോബൽ അസംബ്ലിയിൽ വെച്ച് നൽകുന്നു. സാഹിത്യം സ്വീഡിഷ് അക്കാദമിയാണ്. സമാധാനം നോർവീജിയൻ പാർലമെൻറ്റ് തിരഞ്ഞെടുക്കുന്ന 5 അംഗ സംഘം അതാണ് നൽകുന്നത് കേട്ടോ. നോർവീജിയൻ, അതാണ് നോർവേ കൊടുക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളതല്ലോ. അപ്പോൾ പീസ് പ്രൈസ് ആണ് നോർവേ കൊടുക്കുന്നത് കേട്ടോ. നോർവേ കൊടുക്കുന്നത് പീസ് പ്രൈസ് ആണ്. നോർവീജിയൻ പാർലമെൻറ്റ് തിരഞ്ഞെടുക്കുന്ന 5 അംഗ കമ്മിറ്റിയാണ് നൽകുന്നത്. സാമ്പത്തിക ശാസ്ത്രം കൊടുക്കുന്നതും റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ 100 Years War വാസ് ഫോർഡ് ബിറ്റ്വീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്. നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതായിരുന്നു എന്നാണ് കേട്ടോ. ഇംഗ്ലണ്ടും ഫ്രാൻസിൽ നടന്നതാണ്. 1337 പഴയ ക്വസ്റ്റ്യനാണ്. 1453 ഇടയ്ക്കൊക്കെ തെക്ക് കിഴക്കൻ ഫ്രാൻസിലെ ഫലഭൂയിഷ്ടമായ അക്വിറ്റേൻ എന്ന് പറഞ്ഞ പ്രദേശങ്ങൾക്കായി ഒരുപാട് കാലം നീണ്ടു നിന്നതിനാണ് നൂറ്റാണ്ട് യുദ്ധം അല്ലെങ്കിൽ ശതവത്സര യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ഉത്തരമായിട്ട് വരിക. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് എന്ത്? നൂറ്റാണ്ട് യുദ്ധം. ജനറൽ PSCയിൽ LGSലൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത് കേട്ടോ. നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ്. ഓക്കെ, അടുത്തത് ദ ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ത്രൂ വിച്ച് മാക്സിമം നമ്പർ ഓഫ് റിവേഴ്സ് ഫ്ലോ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. ഓക്കെ, വിച്ച് കൺട്രി ഹോസ്റ്റ് ദ ലാർജസ്റ്റ് ഐസ് ഫെസ്റ്റിവൽ ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ ഐസ് ഫെസ്റ്റിവൽ നടത്തുന്നത് ആരാണ്? ചൈനയാണ്. ഓക്കെ, ഹാർബിൻ ഇൻ്റർനാഷണൽ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവൽ 2018. അതുപോലെ 3rd ചൈന ഇൻ്റർനാഷണൽ ഐസ് ആൻഡ് സ്നോ ടൂറിസം സമ്മിറ്റ് എന്നൊക്കെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് January 5 തൊട്ടിട്ട് ഹാർബിനിൽ. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ബൈലാൻഡ് ടണലാണ് വേൾഡിൽ തന്നെ. അതും 13,000 ഫീറ്റ് എലവേഷൻ ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അടൽ ടണലാണോ? സോജില പാസ്സാണോ? സോജില ടണലാണോ? സേല ടണലാണോ? ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി ടണലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരുന്നത് സേല ടണലാണ്. അപ്പോൾ 2025 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ നമ്മുടെ പെയ്ഡ് സ്റ്റഡി ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും. കൂടാതെ നമുക്ക് അവിടെ ഗൂഗിൾ ഫോമിൽ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഗൂഗിൾ ഫോമും കൂടി ഇതിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ടിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി ഇംഗ്ലീഷാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.